ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റാഗി ദോശയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. റാഗി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണെങ്കിലും ഇതിൻ്റെ രുചി പലർക്കും ഇഷ്ടമല്ല അല്ലേ? അങ്ങനെ റാഗിയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്കും വളരെ രുചികരമായിട്ട് കഴിക്കാവുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ദോശമാവാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുള്ള മാവ്. 1 കപ്പ് ദോശമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കലക്കിയെടുക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടോ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ നമുക്കിത് കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുക്കുമ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കലക്കി നോക്കിയിട്ട് ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ദിവസത്തിൽ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വിഭവം കൂടിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. ഇതിൽ 2 കപ്പ് റാഗിപ്പൊടി, 1 കപ്പ് ദോശമാവ്, 1.5 കപ്പ് വെള്ളം, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കലക്കിയെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈയോടെ തന്നെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഈ മാവ് കൂടി ഇരിക്കട്ടെ, ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് 1 തവി മാവൊഴിച്ച് സാധാരണ നമ്മൾ ദോശ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നെയ്യോ എണ്ണയോ തൂവി കൊടുക്കാം. ഒരു വശം നന്നായി വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇത് വാങ്ങാം. ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് എല്ലാ ദോശകളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. 2 വശം മൊരിഞ്ഞു. ഇനി ഇത് തവയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. രുചികരമായ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറോ ഉള്ളിച്ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തിയോ എന്ത് കൂട്ടിയിട്ടാണെങ്കിലും ഈ ദോശ വളരെ രുചികരമായിട്ട് കഴിക്കാം. റാഗി കൊണ്ട് ദോശയൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.